അനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്യട്ടെ. ഫസ്റ്റ് ദ ഹെർമിറ്റ്, 3 of Cups, Knight of Wands, Queen of Wands, 2 of Swords, 9 of Wands, Ace of Pentacles, Queen of Cups. ബോട്ടത്തിൽ വന്നിരിക്കുന്ന 10 of Wands ആണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഫസ്റ്റ് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു തനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതായത് നിങ്ങളും അവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും സെപ്പറേഷനും ഒരകൽച്ചയൊക്കെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തനിച്ചിരുന്ന് കുറച്ചൊക്കെ ചിന്തിച്ച് കുറേ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾ സ്വയം ചിന്തിച്ച് തൻ്റെ മിസ്റ്റേക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്നും അവർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു വഴക്ക് വരണമെങ്കിൽ എന്തായാലും രണ്ട് സൈഡിലും ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. രണ്ട് കൈ കൊട്ടിയാൽ തന്നെ സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. തനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഇതൊക്കെ ഓർത്ത് നിങ്ങൾ കുറച്ച് സങ്കടപ്പെടുന്നുണ്ടെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. മാത്രമല്ല, ഒരു സെപ്പറേഷൻ, ഒരു ചെറിയ അകൽച്ചയൊക്കെ ഇങ്ങനെ വന്ന് നിങ്ങൾ തനിയെ ഇരിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കും, അവരെയും കുറച്ച് മനസ്സിലാക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ വളരെ ഒരു സൈഡിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ തനിച്ച് അവരെക്കുറിച്ച് വറീഡായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ അവർക്കുണ്ട് നിങ്ങൾ വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അവർക്ക് തോട്ട്സ് ഉണ്ട് നിങ്ങളെക്കുറിച്ച്. അങ്ങനെ നിങ്ങൾ അവരോടൊപ്പമൊക്കെ ചേർന്ന് എൻജോയ് ചെയ്യുകയും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തനിച്ചിരിക്കുന്നതിനെല്ലാം ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമോ എന്ന ഒരു ഡൗട്ടും അവർക്കുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിങ്ങനെ എല്ലാവരോടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം, അത് എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡായി നിങ്ങൾ വളരെ സ്പീഡായിട്ട് ആ കാര്യങ്ങളിൽ ഫോക്കസ്ഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, അതിൽ നിങ്ങൾ സക്സസ് ആവുകയും ചെയ്യുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവരൊരിക്കലും ചിന്തിച്ചില്ല നിങ്ങൾ ഇത്രയും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകും, നിങ്ങളുടെ കരിയറിൽ ഒരു സക്സസ് ഒക്കെ വരുമെന്ന് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ അത് വന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ എല്ലാം ഒരു ഉള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. പഴയതുപോലെ നിങ്ങൾ കുറച്ച് സൈലൻ്റ് ഷൈ ആയിട്ടൊന്നും ഇരിക്കില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ എന്ത് വിചാരിക്കുന്നൊന്നും ചിന്തിക്കുന്നില്ല, ആ ക്യാരക്ടറൊക്കെ നിങ്ങൾ മാറിപ്പോയി. നിങ്ങളിപ്പോൾ എല്ലാം തുറന്നടിച്ച് സംസാരിക്കാനും തുടങ്ങി എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കരിയറിലൊക്കെ ഫോക്കസ്ഡായി പോകുന്നുണ്ടെന്ന് കുറച്ച് പേരൊക്കെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജോലിയിലുമൊക്കെ നല്ല ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എത്തിയെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം എത്തിയെന്ന് നിങ്ങൾക്കേ അറിയാമോ. പക്ഷേ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അവരോട് സെപ്പറേഷൻ ആയാലും നിങ്ങൾ നിങ്ങളുടെ കരിയറിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല ഒരു അച്ചീവ്മെൻറ്റും നിങ്ങളൊരു ഹൈ പൊസിഷനിലൊക്കെ പോകും, അത് മുഖേന നിങ്ങൾക്ക് സക്സസ് വരും എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഒരു ചെറിയ കാര്യം വന്നാലും അവിടെ ഇമോഷൻസ് ആയി തളർന്ന് നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ അത് ഇരുന്നാലും നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാത്തിനെയും ഒന്ന് ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു നല്ലൊരു ഗ്രോത്ത് എങ്ങനെ വന്നു, നിങ്ങൾ എങ്ങനെ ഇത്രയും ഒരു ലെവലിലെത്തി എന്നൊക്കെ അവർക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു അതിശയമാണ് തോന്നുന്നത് നിങ്ങളെക്കുറിച്ച്. നെക്സ്റ്റ് ഇവിടെ അതിലേക്ക് 2 of Swords ആണ്. നിങ്ങളെന്തോ 2 സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നു എന്നും അവർക്കൊരു തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതാണ് ശരി, വേറെ ഒന്നും നിങ്ങൾ കാണാനോ ആ വ്യക്തിയെ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നും അവർക്ക് തോന്നുന്നു. നിങ്ങളൊരു കണ്ണ് കെട്ടിയ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അതുമാത്രം ചെയ്യുന്നു. അവരെക്കുറിച്ചോ അവരുടെ ഭാഗത്ത് നിന്നോ നിങ്ങൾ ചിന്തിക്കുകയോ അവരെ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. മൊത്തത്തിൽ അവരെ നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേറെ പല പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. അങ്ങനെ നിങ്ങളിങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ്
നിങ്ങൾക്ക് ആ വ്യക്തിയെ ചൂസ് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും വരുന്നത് എന്നും അവർക്കൊരു ചിന്ത ഉണ്ട്. നിങ്ങൾ മൊത്തത്തിൽ അവരെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ അങ്ങനെ ചിന്തിക്കുന്നു. എന്തോ മറ്റുള്ള ചില വ്യക്തികൾ വേറൊരു സിറ്റുവേഷൻ ആയാലും വേറെ അവിടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ചിലരൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്ന ഒരു ചിന്തയും കുറച്ച് പേർക്കുണ്ട്. നിങ്ങൾ കുറേ പ്രശ്നങ്ങളിലൂടെയും കുറേ സ്ട്രഗിൾസ്, കുറേ സങ്കടം, കുറേ ഗോസിപ്പ്, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ വന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത്, ആ ഒരു ശക്തിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിചാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റാണ് നിങ്ങളോട് തോന്നുന്നത്. കാരണം നിങ്ങൾ ഇത്രയും സ്ട്രഗിൾസ്, ഇത്രയും പ്രശ്നങ്ങൾ കടന്നാലും അവിടെ തകർന്നു പോകും. ഇവിടെ നിങ്ങൾ തീർന്നു പോകുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളിങ്ങനെ എണീറ്റ് നിൽക്കുന്നു. സോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഒരു സൈഡിൽ. അത് ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുകയോ പറയണമെന്നില്ല, പക്ഷെ അവരുടെ ഫീലിങ്സ് അതാണ്. പിന്നെ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അവിടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികൾ ഒക്കെ നിങ്ങൾക്ക് കരിയറിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് അവിടെ നിന്ന് എണീറ്റ് എല്ലാത്തിനെയും ഓവർകം ചെയ്തു പോകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു നല്ല ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര അച്ചീവ്മെൻ്റ് ഉണ്ട്, എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കേ അറിയാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ചില എന്തൊക്കെയോ ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അതിൽ നിന്നും നിങ്ങളൊരു ഏൺ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മണിയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ആൾറെഡി കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം ചെറുതായിട്ടാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ സമ്പാദിക്കാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ചിന്തയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് ഒരു നല്ല രീതിയിൽ, നല്ല ഒരു മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന ഒരു ചിന്തയും ഉണ്ട് കുറച്ച് പേർക്ക്. പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആൾറെഡി ഇങ്ങനെ നിങ്ങളുടെ കരിയർ ഇതെല്ലാം എന്തൊക്കെ പ്രശ്നം വന്നാലും അതിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ച് എല്ലാം ബാലൻസ് ചെയ്യാൻ പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു ന്യൂ ബിഗിനിങ്സ് വരും, നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടും, അങ്ങനെയൊക്കെ ഒരു ചിന്തയും അവർക്കുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ല പുതിയ അവസരങ്ങൾ, പുതിയ വ്യക്തികളൊക്കെ വരും എന്ന ഒരു ചിന്തയും അവർക്കുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ അത്രയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാം ബാലൻസ് ചെയ്യാൻ പഠിച്ചു എന്ന ഒരു ചിന്ത അവർക്ക് ശക്തമായിട്ടുണ്ട്. കാരണം ഇവിടെ ആൾറെഡി ക്യൂൻ ഓഫ് വാൺസും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നേരത്തെ അതുമാത്രമല്ല, നിങ്ങൾ ആ വ്യക്തിക്ക് അത്രയും ഒരു സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു അമ്മയുടെ ഒരു സ്നേഹം പോലെ ഒരു സ്നേഹം, കെയറിങ് എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്കുണ്ട്. നിങ്ങളോട് ഇരിക്കുമ്പോൾ അത്രയും ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ അവർക്ക് കിട്ടിയിരുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു നല്ല ഹീലിംഗ് അവർക്ക് കിട്ടിയിരുന്നു എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷവും ഒരു റെസ്പെക്റ്റും ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെയും ബാലൻസ് ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ നേരത്തെ വെറും ഇമോഷണലിന് മാത്രം അടിമപ്പെട്ടിരുന്ന വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ കുറച്ച് പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കാര്യങ്ങളിലേക്കും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ലെവലിൽ എത്തിച്ചേരും എന്ന ഒരു ചിന്തയും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്കുണ്ട്. പിന്നെ 10 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ സ്ട്രഗിൾസിലൂടെ നിങ്ങളിങ്ങനെ ആൾറെഡി നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളിങ്ങനെ ഇങ്ങനെ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അതെല്ലാം ഒരു ഭാരമാവാൻ തുടങ്ങി. നമ്മൾ കുറേ സഹിച്ച് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഇറക്കി വെച്ച് എല്ലാം മതിയായി, എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി എന്നൊരു ചിന്ത നമുക്ക് വരും അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നുപോയി ആ ഒരു ഭാരം ഇറക്കി വെച്ചാൽ മതി, എല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ആ വ്യക്തിക്കറിയാം അവരും തമ്മിലുള്ള പ്രശ്നങ്ങളായാലും എന്തായാലും ആ ഒരു ഇമോഷൻസ് എല്ലാം കൊണ്ട് നിങ്ങൾക്കതൊരു ഭാരമായി തോന്നുകയും അതുകൊണ്ട് ഇതെല്ലാം ഇറക്കി അവസാനിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ എന്തായാലും 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. അത് മാത്രമല്ല ഏസ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഒരു നല്ല കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.